ആലുവയിൽ നിന്നും കാണാതെ പോയ 12 വയസ്സുകാരിയെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തി. ഈ കുട്ടി പോയ സമയത്ത് വീട്ടുകാർ ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവരെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവരെ വീട്ടുകാർ രംഗത്ത് വന്നായിരുന്നു. ശനിയാഴ്ച എന്നാണ് പോയത്. എന്തായാലും 4-ൻ്റെ അന്ന് കണ്ടെത്തി. തൊട്ട് അടുത്തുള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ പുസ്തകം വാങ്ങിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി രാത്രി 8 മണിക്കോ 8:30 മണിക്കോ പോയി. രാത്രിയിൽ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഒരു വളവിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് പുസ്തകം വാങ്ങിച്ചു. എന്നിട്ട് കുട്ടി തിരിച്ച് വരുന്ന വഴിക്ക് ശകലം ആ കൂട്ടുകാരി അങ്ങോട്ട് ആക്കി കൊടുത്തു. പിന്നെ അവൾ ഒറ്റയ്ക്കാണ് വന്നത് എന്ന് പറയുന്നു. അത് വീട്ടുകാർ പറയണതാണ്. എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വയ്യ. അവർ പല രീതിക്കാണ് അവർ പറയുന്നത്. ചിലപ്പോൾ പറയുന്നു കുട്ടി 8 മണിക്ക് പോയി പുസ്തകം വാങ്ങിക്കാൻ പോയി, പിന്നെ എൻ്റെ മോൾ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. പിന്നെ ചില മീഡിയകളിൽ പറയുന്നുണ്ട് ആ കൂട്ടുകാരി കൊണ്ടുവന്ന് കുറച്ച് സ്ഥലം വരെ ആക്കി കൊടുത്തു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തി. ആ ന്യൂസ് ഒന്ന് കേൾക്കാം. ഒരു കുഴപ്പവും ഇല്ലാതെ കണ്ടെത്തി. അതിന് ബാക്കിയുള്ള അന്വേഷണത്തിലൂടെ മനസ്സിലാവും. ബാക്കിയുള്ളത് അന്വേഷണത്തിലൂടെ മനസ്സിലാവും. എന്തായാലും കണ്ടുപിടിച്ചു. കുട്ടി ഒറ്റയ്ക്കല്ല എന്തായാലും പോയത്, കൂട്ടിന് ആളുണ്ടായിരുന്നു. കൊല്ലം ഓച്ചിറ സ്വദേശിയായ അഭിജിത്തിൻ്റെ കൂടെയാണ് പോയത്. ആ പയ്യന് 25 വയസ്സായി. 25 വയസ്സുള്ള പയ്യൻ ഒരു ചെറിയ കുട്ടിയെ വശത്താക്കി അതിനെയും കൊണ്ട് പോയി. എന്തായാലും കൂട്ടിന് ആളുണ്ടായിരുന്നു. ആ കുട്ടി ഒറ്റയ്ക്കല്ല പോയത്. അങ്ങനെ ഒറ്റയ്ക്ക് പോയെന്നുള്ള ഒരു വിഷമം വേണ്ടായിരുന്നു. ഇനി ആദ്യം വീട്ടുകാർ വിചാരിച്ചായിരിക്കും ഈ മോൾ ഇനി ഒറ്റയ്ക്കാണ്, ഇനി ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ട് പോയതായിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ആരും തട്ടിക്കൊണ്ട് പോയതല്ല. കൂട്ടിന് എന്തായാലും സുരക്ഷയായിട്ട് തന്നെ കൊണ്ടുപോയത്. അവർ മൊത്തത്തിൽ ചുറ്റി സഞ്ചരിച്ചു. കാസർഗോഡ്, പിന്നെ എവിടെയൊക്കെയോ ചുറ്റി സഞ്ചരിച്ച് മുംബൈ, ധാരാവി, അവിടെയൊക്കെ സ്ഥലം കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാണ്. അവിടെയെങ്കിലും ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ പോലും പറ്റൂല. അവിടെയൊക്കെ ഫുള്ള് കറങ്ങി എന്നാണ് അറിയണത്. പിന്നെ തിരിച്ച് പൂനെയിൽ ലൊക്കേഷൻ കാണിച്ചവർ പല സ്ഥലങ്ങളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ യാത്ര ചെയ്തിരുന്നു. എന്തായാലും പൂനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടിയെ കണ്ടെത്തിയപ്പോൾ ന്യൂസ് ഒന്ന് കേൾക്കാം. സോന 12 വയസ്സുകാരിയെ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ആലുവ ഡിവൈഎസ്പി ആണ് ഇക്കാര്യം അറിയിച്ചത്. 4-1 പെൺകുട്ടിയെ പൂന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസിന്റെ കയ്യിൽ ലഭിക്കുന്നത്. 25 വയസ്സുകാരനായ ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനോടൊപ്പമാണ് 12 വയസ്സുകാരി നാട് വിട്ട് പോയത്. ഇവർ ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള പരിചയം. 12 വയസ്സായ കുട്ടിക്ക് മൊബൈൽ ഫോൺ, ഇപ്പം അങ്ങനെ മൊബൈൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ അവരെന്താണ് ചെയ്യണത്? മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ അവരെന്താണ് അപ്പോൾ ചെയ്യണത്? നമ്മൾ കാണാൻ കേൾക്കുകയും ചെയ്യണതാണല്ലോ ഈ ന്യൂസുകളിലൊക്കെ. അതുകൊണ്ട് തള്ളന്മാരായിരുന്നാലും പേടിച്ചിട്ട് മൊബൈൽ ഫോൺ കൊടുക്കും. അങ്ങനെ അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രണയിച്ചു അങ്ങനെ പോയതാണ്. കൂട്ടിന് ആളുണ്ടായിരുന്നു യാത്ര ചെയ്യാനായിട്ട് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇരുവരെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുമായി പോലീസ് ഇങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 25 വയസ്സുകാരൻ ഒരു ഐസ്ക്രീം വിൽപ്പനക്കാരനാണ്. തഴവ സ്വദേശിയാണ് ഇയാൾ. ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടി ഇയാളുമായി അടുപ്പത്തിലായത്. പെൺകുട്ടി നാട് വിട്ടുപോയി, പെൺകുട്ടിയെ കാണാനില്ല എന്ന വിവരം ലഭിച്ച. അപ്പം ഇതാണ് വാർത്തകൾ. എന്തായാലും പെൺകുട്ടിയെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയും അവരെ വീട്ടുകാർ വന്ന് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഈ പെൺകുട്ടിയെ കിട്ടണതിന് മുമ്പാണ്. പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ പറഞ്ഞത് കേൾക്കണം. അന്വേഷണം ശരിയല്ല, അവർ അടുത്തെത്തി എന്ന് പറയുന്നുണ്ട്. അവരന്വേഷിക്കുന്നില്ല എന്ന്. അവരെ കഴിവിൻ്റെ പരമാവധി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മൊബൈൽ ലൊക്കേഷൻ കിട്ടുമെങ്കിൽ അവരപ്പോഴേ അവിടെ അറിയിക്കുകയാണ്. അങ്ങനെ അറിയിച്ചാണ് ഇപ്പം കിട്ടിയത്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. എൻ്റെ മോള് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8 മണിയായപ്പോൾ ബുക്ക് മേടിക്കാൻ പറഞ്ഞുകൊണ്ട് പോയതാണ്. ബുക്ക് മേടിക്കാൻ പറഞ്ഞ് പോയിട്ട് പിന്നെ പിള്ളേനെ വിരുദ്ധേരം കണ്ടിട്ടുമില്ല. ചുമ്മാ അല്ല, മൊബൈലും കൊടുത്തിട്ട് ബുക്ക് മേടിക്കാനായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു. പിന്നെ ഇരുന്നും കൊണ്ട് എൻ്റെ പിള്ളയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങോട്ട് പോയിന്നോ ആരോട് പോയിന്നോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല.
ഇത്രയും ഇപ്പൊ മൂന്നാമത്തെ ദിവസം രാത്രിയാണ് വരുന്നത്. ഇപ്പൊ എന്റെ മോള് പോയിട്ട് സംഭവം ഇവര് വിചാരിച്ച് ബുക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ ഒന്നുകിൽ ഈ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി, അല്ല വിദേശികളോ അങ്ങനെ ആരെങ്കിലും പാത്തിരുന്ന് കൊണ്ടുപോയതാണെന്ന് വിചാരിച്ചു. അറിഞ്ഞില്ല മോക്ക് ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ട് എന്നുള്ളത് അമ്മയൊന്നും അറിയുന്നില്ല. നോക്കുമ്പം അത്രയ്ക്കുള്ള പ്രായമല്ലേ ആയുള്ളൂ, അതുകൊണ്ട് അമ്മയൊക്കെ അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടുള്ളത്. പിന്നെ സംഭവം ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും അവരെ നല്ല രീതിക്ക് പറഞ്ഞു തുടങ്ങിയത്. അവരന്വേഷിക്കുന്നുണ്ട്, അവർ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നുണ്ട് എന്ന്. ആദ്യം പറഞ്ഞത് അടുത്തെത്തി, ഒരു അന്വേഷണത്തിൽ അവർക്കൊരു തൃപ്തിയില്ല. അടുത്തെത്തി എന്ന് പറയണതല്ലാതെ എൻ്റെ കുട്ടിയെ ഒരു വിധത്തിലും അന്വേഷണം ശരിയാവണില്ല. അങ്ങോട്ട് പോയിന്നോ ആർക്കും ഒന്നും അറിഞ്ഞൂടെ. പോലീസുകാർ പറയുന്നുണ്ട് അവിടെ എത്തി ഇവിടെ എത്തി എന്ന് പറയുന്നുണ്ട്, അല്ലാണ്ട് ഒരു ഇത് പിടിക്കാനോ ഒന്നിനും അവർക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. എന്തേരി എവിടെയെങ്കിലും ഒരു ലൊക്കേഷൻ കാണുമ്പോൾ ഓടിപ്പോയി അങ്ങ് പിടിക്കത്തുണ്ടാ? ഇവിടെ നിന്ന് ഞാൻ എന്താ പിടിക്കാൻ പോണേന്നും പറഞ്ഞ് പോയി പിടിക്കത്തുണ്ടാ? നിങ്ങൾ അവിടെ ഇരുന്നോണ്ട് പിടിക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അങ്ങ് പോയി പിടിച്ചാൽ പോരായിരുന്നാ? ആ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? അവരെ കഴിവിൻ്റെ പരമാവധി നോക്കിയാണ് മോളെ ഇപ്പം കൊണ്ടുവന്നിരിക്കണത്. എന്തിനാണ് പോലീസുകാർ അവിടെ മേലെ പോയെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുവരെ പോയി എന്ന് പറയണ. മോളിങ്ങനെ കാണിച്ചതും പോരാ, ഇപ്പം കുറ്റം മൊത്തവും ആ ഉദ്യോഗസ്ഥന്മാരെ മണ്ടയിലായ. 3 ദിവസം എൻ്റെ മോള് ഇവിടുന്ന് പോയിട്ട് ഒരു സാധനം കൊടുത്തോണ്ട് എൻ്റെ മോള് പോയിക്കണം. ഇതിന് 3 ദിവസം പോയിട്ട് എൻ്റെ മോള് ഒരു തുണി എടുത്തോണ്ടാണ് പോയിക്കുന്നത്. മോളൊറ്റയ്ക്കല്ലല്ലോ, മോളെ കൂടെ പരിചയമുള്ള ഒരു സുഹൃത്തും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെയാണ് അറിയണത് ആകോട്ട് അവരുടെ അടുത്തേക്ക് എത്തണ്ടെന്നാണ് പറയണത്. 2-3 ദിവസമായി വിളിക്കുമ്പോൾ പറയണത് എത്താറായി അവളുടെ അടുത്ത് എത്താറായി എന്ന് പറയുന്നല്ലാണ്ട് കൊച്ചിനെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. കാരണം തട്ടിക്കൊണ്ടുപോക്കാനാണ്, അല്ലാണ്ട് തട്ടിക്കൊണ്ടുപോക്ക്. മോക്ക് ഇത്രയും നാളുകൊണ്ട് ഈ പയ്യനുമായിട്ട് റിലേഷനായിരുന്നു. ഇതൊന്നും വീട്ടുകാരറിയണില്ല. വീട്ടുകാർ വിചാരിച്ച് തട്ടിക്കൊണ്ടുപോയെന്ന്. ആ പയ്യന്മാർ കൊണ്ടുപോയി, അതിനെയും കൊണ്ടുപോയി. അവരിങ്ങനെ കറങ്ങി നടന്നു. ഈ 12 വയസ്സ് കൊച്ചിനെ അങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെ 18 വയസ്സായാലും കുഴപ്പമില്ല, 12 വയസ്സ് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാണ്ട് ഇത് ട്രാപ്പിംഗ് ആണ് ഞങ്ങളുടെ വിശ്വാസം. 12 വയസ്സായ കൊച്ചിനിപ്പോൾ കേട്ടിടത്തോളം അതിൻ്റെ ബുദ്ധി 25-30 വയസ്സായ അവരെ ബുദ്ധിയാണ് ഈ 12 വയസ്സായ കൊച്ചിന് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ പഠിക്കേണ്ട സമയമാണ്. ഈ പഠിക്കേണ്ട സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ കയ്യിൽ മൊബൈൽ, അമ്മേരെ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ആണ് ഓരോ കാര്യങ്ങൾക്ക് കൂട്ടുകാരിയൊക്കെ വിളിക്കണേന്ന് പറയുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ പറയുന്ന ഏതോ ഒരു വലിയമ്മേരെ ഏതോ ഒരു മൊബൈലുണ്ടായിരുന്നു. അത് അവർ ലൊക്കേഷൻ നോക്കാൻ നേരത്ത് അത് കൂടെ സ്വിച്ച് ഓഫ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയും പറ്റുന്നില്ല. പിന്നെ ആ പയ്യൻ്റെ നമ്പർ എങ്ങനെയൊക്കെയോ തപ്പി എവിടെ നിന്നൊക്കെയോ മേടിച്ചു. പിന്നെ ഈ കുട്ടിയുടെ കൂട്ടുകാരിയുടെ അടുത്താങ്കണ്ടേക്ക് ചോദിച്ച് ഏതോ ഒരു കൂട്ടുകാരിയുടെ ഇതിൽ നിന്നാണ് ഈ പയ്യൻ്റെ കാര്യം കിട്ടിയത്. ഇങ്ങനെ പയ്യനുമായിട്ട് ഇതുണ്ടെന്നും ഇന്ന സ്ഥലത്തുള്ള പയ്യനാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പിന്നെ ആ പയ്യൻ്റെ നമ്പർ വാങ്ങിച്ച് അതിൽ നിന്നും അവൻ്റെ നമ്പർ വാങ്ങിച്ച് അന്വേഷണം തുടങ്ങിയത്. അപ്പം എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. എന്നിട്ട് വന്നിന്ന് ന്യായീകരിക്കണുണ്ടില്ലേ വീട്ടുകാർ. കൂട്ടുകാരത്തിൻ്റെ ബുക്ക് കൊടുക്കുമ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് അമ്മയുടെ വീട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റേ ബുക്കിനെ എഴുതാൻ വേണ്ടി മേടിക്കാൻ പോയതാണ്. പിന്നെ ഒരു 8 മണി 8:15 വൈകിട്ടാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് അനിയത്തിയുടെ കൊച്ചിൻ്റെ വീട്ടിലെ പെരുന്നാമസമാണ് ഞായറാഴ്ച. അപ്പോൾ പറവൂർ പോയി വന്ന് അനിയത്തിയും കൊച്ചുമണി പറവൂർ പോയത്. അത് കഴിഞ്ഞ് വന്ന് കൊച്ചി ബുക്ക് പഠിക്കാൻ പോയി. ഞങ്ങൾ മറ്റേ സാധനങ്ങൾ പഠിക്കാൻ പോയി കോട്ടപ്പുറത്ത്. ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ആലുവ വെസ്റ്റ് സ്റ്റേഷനിലാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 3 പോലീസുകാരും അതേപോലെ തന്നെ ഒരു വനിതാ പോലീസും അതേപോലെ തന്നെ ഇവിടുത്തെ ഈ കുട്ടിയുടെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് മണിക്കൂറുകൾ ഇടവിട്ട്. അപ്പോൾ പറയണത് ഇവർ ചില ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവർ ചില ലൊക്കേഷനിൽ പോലീസ് പറയുന്നതും അങ്ങനെയാണ്. ലൊക്കേഷൻ നോക്കുമ്പോൾ ചില സ്ഥലത്ത് മൊബൈൽ ഓണാക്കുന്നുണ്ട്. അപ്പോഴും മൊബൈലൊക്കെ ചെന്ന് അകപ്പെട്ടുപോയാൽ എന്തായാലും ഇത്തിരി ഭാഗ്യം ഉണ്ടെന്ന് വേണം പറയാൻ. എന്തോ ട്രേസിങ് വഴി അത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞൂടാ, കൺഫേം അല്ല.
അപ്പോൾ വീണ്ടും വിളിക്കുമ്പോൾ പറയും വീണ്ടും ലൊക്കേഷൻ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പം കൃത്യമായിട്ടൊന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നും കൂടി ഇൻവെസ്റ്റിഗേഷൻ ഒന്നും കൂടി മുറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം ശനിയാഴ്ച വൈകുന്നേരം ഈ പറയണം 8:30 ഇവരെ അഭിപ്രായം എന്തോന്നാണ്? ഉദ്യോഗസ്ഥർ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു രീതിക്കാണ് ഇവർ പറഞ്ഞു വന്നത്. കിട്ടിയതിന് ശേഷം ആ ഉദ്യോഗസ്ഥരെ മറുപടി ഒന്ന് കേൾക്കാം. മണിക്കൂറുകൾക്കകം ഈ കുട്ടിയുടെ ആദ്യം ലൊക്കേഷൻ മംഗളപുരം ഭാഗത്ത് കിട്ടി. അപ്പോൾ തന്നെ അവിടുത്തെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ, സതീഷിന്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ നമ്മൾ മംഗളപുരത്തേക്ക് അയക്കുകയുണ്ടായി. ഈ കുട്ടിയും കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവ്, ഇവരുടെ ഫോൺ രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു. അപൂർവം സമയങ്ങളിൽ മാത്രമാണ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത്. സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവർ ലൊക്കേഷൻ ഗോവയിൽ കണ്ടു. അങ്ങനെ നമ്മുടെ പോലീസ് ടീമിനെ ഗോവയിലേക്ക് അയച്ചു. പിന്നെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ലൊക്കേഷൻ ധാരാവിയിലാണ് കണ്ടത്, മുംബൈ അടുത്ത്. അങ്ങനെ ധാരാവിയിലെത്തുമ്പോൾ നമ്മുടെ പോലീസ് ടീം ധാരാവിയിലെത്തുമ്പോഴേക്കും പിന്നെ ഫോൺ സ്വിച്ചായി. പിന്നെ നമുക്ക് ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കുട്ടി കറങ്ങി നടക്കുന്നതായി ബോധ്യപ്പെട്ട ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്നെ പേടിയായി. ഇത് ചെറിയ കുട്ടിയല്ലേ, ഇതിനെ ഇനി എന്താണ് അതിന് സംഭവിക്കണത് എന്നൊന്നും അറിയാൻ വയ്യാതെ അവർ തന്നെ പേടിച്ചു പോയി. വീട്ടുകാരൊരറ്റത്തിരുന്നു കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ മോള് ബുക്ക് മേടിക്കാൻ പോയിട്ട് പിന്നെ പകുതി വഴി വരെ വന്ന് പിന്നെയാണ് കാണാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ രാത്രി 8:30 മണി സമയത്തൊക്കെ നല്ല കുറ്റിരുട്ടാണല്ലോ. ആ സമയത്ത് ഒന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊന്ന് കൂടെ ഒന്ന് പോവായിരുന്നല്ലോ, പോയിട്ട് മേടിക്കാമായിരുന്നല്ലോ പുസ്തകം. അത് ചിലപ്പോൾ ഇനി ഉള്ളതാണോ പറഞ്ഞതെന്ന് എങ്ങനെ അറിയാം? പുസ്തകം മേടിക്കാൻ പോണോ പറ്റും പറഞ്ഞാണോ ഈ കുട്ടി ഇറങ്ങിപ്പോയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അവൻ അവിടെ എവിടെയെങ്കിലും വന്ന് നിന്നിട്ടുണ്ട്, അവനെ വിളിച്ചു വരുത്തിയാന്ന് എങ്ങനെ അറിയാം? എന്തായാലും പോലീസ് കണ്ടെത്തട്ടെ ഇല്ല. അപ്പോഴെങ്കിലും ഈ കുട്ടി ഈ യുവാവുമായിട്ട് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമുക്ക് സൈബർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള പോലീസിന്റെയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിന്റെയും ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് ഇന്നലെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെയും കുട്ടിയുടെ കൂടെ സഞ്ചരിച്ച യുവാവിനെയും കസ്റ്റഡി എടുക്കാൻ സാധിച്ചു. ഇത് 12 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള കുട്ടി എന്നുള്ള നിലയിൽ ഒരു ആൻസൈറ്റി ആയിരുന്നു കുട്ടിയെ കിട്ടുന്നത്. ഈ കേസിലെ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലും കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടും മിക്കവാറും മണിക്കൂറുകൾക്കകം ഓരോ മണിക്കൂറുകളിലും തന്നെ വിളിച്ച് ഈ കേസിന്റെ പുരോഗതി വിലയിരുത്തുകയും അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. അതോടൊപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെ കുറ്റം പറഞ്ഞ്, ഈ ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞ്. അവർ നോക്കണില്ല, അവരവിടെ എത്തി എന്ന് പറയുന്നേ. ഞാൻ പറയണേ, ഈ മാതാവിൻ്റെ അവരെ വീട്ടുകാരെ പേരിലും കൂടി കേസെടുക്കണം. ഈ കുട്ടിയെ ഇങ്ങനെ ആക്കിയതിന്, ആ മൊബൈലൊക്കെ കൊടുത്തതിന്. പഠിക്കണ പ്രായമാണ്. 2 അക്ഷരം തറാപറ പഠിക്കുന്ന പ്രായത്തിലാണ് ഇത് തറാപ്പന പഠിക്കാൻ പോയത്. ഫിഷറീസ് മിനിസ്റ്റർ 3-4 പ്രാവശ്യം നേരിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയും ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റ് സഹായങ്ങളൊക്കെ നൽകുകയുണ്ടായി. അങ്ങനെ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഭരണ സംവിധാനത്തിന്റെയും എല്ലാം സഹായത്തോടുകൂടി നമുക്ക് വളരെ സേഫായിട്ട് ഈ കുട്ടിയെ ഇന്നലെ പൂനെയിൽ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ പൂനെയിൽ വെച്ച് കണ്ടെത്തി. ഇനി അവരതിൻ്റെ വേണ്ട നടപടികളൊക്കെ ആക്കി 4 മണിക്കാണ് കണ്ടെത്തിയത്. ഇനി ആ നടപടിക്രമങ്ങളിലൂടെ ആ കുട്ടിയെ നാട്ടിലെത്തിക്കും. അതിനിടയിൽ വെച്ചിട്ട് ഈ കുട്ടിയെ കാണാതെ പോയെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ വേറൊരു വാർത്തയും കിട്ടി. എറണാകുളത്തുനിന്ന് അങ്ങോട്ട് വേറൊരു പെൺകുട്ടിയെ കാണാതെ പോയി, അതിനെ പിറ്റേന്ന് എന്നെ കിട്ടി. ഇതൊക്കെ എങ്ങോട്ട് പോണു? ചിലതൊക്കെ സംഘം ചേർന്നുകൊണ്ടാണ് പോണത്. പോയി അവർ ടൂറിനൊക്കെ പോവും, കറങ്ങി നടന്നിട്ട് അവർ എവിടെയെങ്കിലും വെച്ചൊക്കെ ഇതേപോലെ കൊണ്ടുവരണതുണ്ട്. ഇതിങ്ങനെ പോണതുണ്ട്. സുഹൃത്തെന്നും പറഞ്ഞുകൊണ്ട് ആൺസുഹൃത്തുക്കളോടെ പോണവരുണ്ട്. ആൺകുട്ടികൾ അവർ തങ്ങളിൽ പോണവരുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിക്കണം. ആ മാതാപിതാക്കളെ അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നൊന്ന് ആലോചിക്കണം. ഇച്ചിരിയെങ്കിലും ഒന്ന് ചിന്തിക്കാൻ നോക്കണം. ഈ കുട്ടി ഇതിന് വല്ലാത്തൊരു ബുദ്ധി തന്നെയായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു 25 വയസ്സായ ഒരു പയ്യന് അവൻ്റെ കൂടെയൊക്കെ പോകണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയം,
ഐസ്ക്രീം വിറ്റുകൊണ്ട് നടന്നവനാണ്. കൊല്ലം ബീച്ചിലൊക്കെ ആയിരിക്കും, അവിടെ ഇങ്ങനെ വഴിയോരങ്ങളിൽ ഐസ്ക്രീം കച്ചവടം നടത്തി കൊണ്ടിരുന്നവനാണ്. കുട്ടി വിചാരിച്ചിട്ടുണ്ട് പോയാൽ ഇതുപോലെ ഐസ്ക്രീമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും. എന്നാലും വീട്ടുകാരെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഒന്ന് ആലോചിക്കേണ്ടേ കുട്ടികളെ, നിങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പം. ഞാൻ പറയണ ഇതിലിപ്പോൾ കേട്ടിടത്തോളം ഈ വീട്ടുകാർക്കും ഉണ്ട്, വീട്ടുകാരുടെ കയ്യിൽ ഒരുപാട് തെറ്റുണ്ട്. അപ്പോൾ വീട്ടുകാരെയും കൂടെ ചോദ്യം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അല്ലാതെ ആ കുട്ടിയെ മാത്രം ചോദ്യം ചെയ്തിട്ട് അതിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടാന്ന് ഒരു കാര്യമില്ല. വീട്ടുകാരെയും കൂടെ ചോദ്യം ചെയ്യണം. അവർ ഈ മൊബൈൽ കൊടുത്തതിനും, അവരെ മൊബൈലൊക്കെ എടുത്ത് ഈ കുട്ടി ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കുക. എന്തായാലും കുട്ടിയെ തിരിച്ചു കിട്ടി. ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ അങ്ങനെ തന്നെ. ഇതുപോലെ ഒരേ ദിവസം കേൾക്കണത് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ തന്നെയാണ്. അവിടെ കാണാതെ പോയി, ഇവിടെ കാണാതെ വീണ്ടും കൊല്ലം ജില്ല അടിച്ചു.